എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് തുലികനാമത്തിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ് കാണാത്തവര് തീർച്ചയായും പ്ലേലിസ്റ്റിൽ പോയി ആ ക്ലാസ്സുകൾ കാണുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ തുലികനാമമാണ് ഓംചേരി. നാടകകൃത്ത്, നോവലിസ്റ്റ്, കവി എന്നിങ്ങനെയൊക്കെ പ്രസിദ്ധനായ ഓംചേരിയുടെ യഥാർത്ഥ നാമമാണ് നാരായണപിള്ള അഥവാ NN പിള്ള എന്നതും. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു നാടകമാണ് പ്രളയം എന്നത്. 1972 ഈ നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2010 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ്. കേരള സർക്കാർ നൽകുന്ന 2ാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായ കേരളപ്രഭ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് 2022 ഈ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് നാരായണപിള്ള അഥവാ NN പിള്ളയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആള് മാറിപ്പോകരുത്. കാരണം കുറച്ചു പേരെങ്കിലും പേരിലെയും കർമ്മമണ്ഡലത്തിലെയും സാമ്യത കൊണ്ട് NN പിള്ള എന്ന് പറയുമ്പോൾ ഗോഡ് ഫാദർ സിനിമയിലെ അഞ്ഞൂറാന്റെ കഥാപാത്രം അവതരിപ്പിച്ച NN പിള്ളയായിട്ട് ചിലപ്പോൾ മാറിപ്പോയിരിക്കാം. അപ്പോൾ അദ്ദേഹം ആള് ഡിഫറൻ്റ് ആണ്. അദ്ദേഹവും അറിയപ്പെടുന്നത് നാരായണപിള്ള, അത് ചുരുക്കി NN പിള്ള എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹവും ഒരു നാടകകൃത്താണ്. നാടക ആചാര്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ 2ാമത് നമ്മൾ പറഞ്ഞ ഗോഡ് ഫാദറിൽ അഭിനയിച്ച NN പിള്ളയാണ്. അപ്പോൾ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച നാടകാചാര്യനായ NN പിള്ളയ്ക്ക് തൂലികാനാമം ഒന്നും തന്നെ ഇല്ല എന്നത് ഓർക്കുക. അടുത്ത തൂലികാനാമമാണ് ഏകലവ്യൻ. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. ഒരു പട്ടാളക്കാരനായിരുന്ന ഇദ്ദേഹം പട്ടാള നോവലുകളിലൂടെയാണ് ശ്രദ്ധേയമായത്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KM മാത്യു തന്റെ നോവലുകളിലൂടെ സാധാരണക്കാർക്ക് സൈനിക ജീവിതം കാണിച്ചു കൊടുത്തു. അടുത്താണ് NN കക്കാട്. NN കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കവി എന്ന നിലയിൽ പ്രസിദ്ധനായ നാരായണൻ നമ്പൂതിരി കക്കാടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തൂലികാനാമം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. NN കക്കാട് എന്നത് നാരായണൻ നമ്പൂതിരി കക്കാട് എന്നതിന്റെ ഒരു ചുരുക്ക രൂപമാണ്. ആധുനിക മലയാളത്തിലെ ഒരു പ്രമുഖനായ കവിയായിരുന്നു NN കക്കാട്. അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് കാൽപ്പനികതാ വിരുദ്ധമായ കവിതകളായിരുന്നു അദ്ദേഹം രചിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളിൽ കൂടുതലും പ്രതിഫലിച്ചിരുന്നത് സമൂഹത്തിന്റെ ദുരവസ്ഥയിലുള്ള നൈരാശ്യങ്ങളായിരുന്നു. NN കക്കാടിന്റെ ശ്രദ്ധേയമായ രചനയാണ് സഫലമീ യാത്ര. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. NN കക്കാടിന്റെ പേരിൽ നൽകി വരുന്ന അവാർഡും കൂടെ ഈ അവസരത്തിൽ നമുക്കൊന്ന് നോക്കാം. NN കക്കാടിന്റെ പേരിൽ നൽകുന്ന സാഹിത്യ അവാർഡാണ് NN കക്കാട് സാഹിത്യ പുരസ്കാരം. 18 വയസ്സ് വരെയുള്ള എഴുത്തുകാർക്ക് 2002 മുതലാണ് ഈ അവാർഡ് നൽകി വരുന്നത്. ഈ പുരസ്കാരത്തിൽ അടങ്ങുന്നത് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത തൂലികാനാമമാണ് NV കൃഷ്ണവാര്യരാണ് NV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. NV അല്ലെങ്കിൽ NV കൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വർക്ക്, അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതി, അതിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കും. ഗാന്ധിയും ഗോഡ്സെയും. ഈ ഒരു കവിത അല്ലെങ്കിൽ കവിതാ സമാഹാരം രചിച്ചത് NV കൃഷ്ണപിള്ളയാണ്. ഈ കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം ഒരു കവിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് കൂടാതെ പത്രാധിപർ, ബഹുഭാഷാ പണ്ഡിതൻ, അതുപോലെ വാഗ്മി, പരിസ്ഥിതി പ്രവർത്തകൻ എന്നിങ്ങനെയൊക്കെ പ്രസിദ്ധനാണ് അദ്ദേഹം. ബഹുഭാഷാ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പിൽ രചിച്ചിട്ടുള്ളത് 18 ഭാഷകളിൽ ഇദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നതാണ്. ഇദ്ദേഹം 1942 ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സമയത്താണ് ഒളിവിലിരുന്ന് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തുന്ന കൃതി എന്ന വിശേഷണത്തോടെയാണ്. NVയുടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വള്ളത്തോളിന്റെ കാവ്യശില്പം എന്നത് ഒരു വിമർശന കൃതിയാണ്. NVയുടെ തന്നെ വെല്ലുവിളികൾ പ്രതികരണങ്ങൾ എന്ന വൈജ്ഞാനിക സാഹിത്യ പുസ്തകത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്താണ് MRKC എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ചെങ്കുളത്ത് ചെറിയ
കുഞ്ഞിരാമ മേനോൻ. അപ്പൊ ഈ ചെറിയ കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താ വലിയ കുഞ്ഞിരാമ മേനോൻ ഉണ്ടോ എന്ന്. ഉണ്ട്, വലിയൊരു കുഞ്ഞിരാമ മേനോൻ ഉണ്ട്. അദ്ദേഹമാണ് 1884 പ്രസിദ്ധീകരണം ആരംഭിച്ച കേരള പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ആ വലിയ കുഞ്ഞിരാമ മേനോനാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു തൂലികാനാമമില്ല. അദ്ദേഹമാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവര് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. MRKC എന്ന തൂലികാനാമം ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോന്റെയാണ്. ഈ ചെറിയ കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരങ്ങളായ CKRM എന്നിവ തലതിരിച്ചെഴുതിയാണ് അദ്ദേഹം MRKC എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ ചെറുകഥാകൃത്തുകളിലെ അമരക്കാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നത് ഈ MRKC ആണ്. അപ്പോൾ ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോനാണ് MRKC എന്ന് ഓർക്കുക. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്നത് ഈ MRKCയുടെ അമ്മാവനാണ്. അദ്ദേഹമാണ് കേരള പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകനെന്നും മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നും കൂടെ ഓർക്കുക. ഇന്ന് നമ്മൾ നോക്കുന്നതിലെ അവസാനത്തെ തൂലികാനാമമാണ് കാക്കനാടൻ. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ജോർജ് വർഗീസ് കാക്കനാടൻ എന്നതാണ്. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച മലയാള നാട് ആഴ്ചപ്പതിപ്പിൽ ഒരു എഡിറ്റോറിയൽ അംഗമായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1980, 1984, 2003 എന്നീ വർഷങ്ങളിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചെറുകഥകളാണ് അശ്വത്ഥമാവിന്റെ ചിരി, ജാപ്പാണ പുകയില തുടങ്ങിയവ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് ഒറോദ. അദ്ദേഹത്തിന്റെ ജാപ്പാണ പുകയില എന്ന ചെറുകഥയ്ക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അശ്വത്ഥമാവിന്റെ ചിരി എന്ന ചെറുകഥയ്ക്കും ഒറോദ എന്ന നോവലിനുമാണ് 1980-ലും 1984-ലുമായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്.